നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി കേഡൽ ജീൻസൺ രാജിയുടെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന അമ്മാവൻ ജോസ് സുന്ദരം മരിച്ചത് യാതനകൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിലാണ്. തനിക്കുണ്ടായിരുന്ന വീടും സ്വത്തുക്കളും കേഡലിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടദാനം എഴുതി കൊടുത്തതോടെ അവസാന കാലത്ത് പട്ടിണി കിടന്നാണ് ജോസ് മരിച്ചത്. കേസിൽ കേഡലിന് വിധിച്ച പിഴത്തുകയായ 15 ലക്ഷം ജോസിന് നൽകണമെന്ന് കോടതി വിധിച്ചെങ്കിലും അതും കിട്ടിയിരുന്നില്ല. പ്രൊഫസർ രാജാത്തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി, ബന്ധു ഉൾപ്പെടെ 4 പേരെ കേഡൽ കൊലപ്പെടുത്തിയപ്പോൾ ഈ ജീൻ പത്മയുടെ സഹോദരൻ ജോസിൻ്റെ ജീവിതമാണ് ഇരുട്ടിലായത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, അവിവാഹിതനായ ജോസ് തൻ്റെ അവസാന കാലത്ത് തന്നെ ഈ സഹോദരിയും കുടുംബവും നോക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരിക്ക്, ജീൻ പത്മയ്ക്ക്, അതായത് കേഡലിൻ്റെ അമ്മയ്ക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ, അതായത് കോടികൾ വില മതിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ എഴുതി നൽകിയത്. പക്ഷേ അവസാന കാലത്ത് നരകജീവിതം അനുഭവിക്കേണ്ടി വരുന്നു. പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു ദുർഗതി. എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ കേഡൽ ജീൻസൺ രാജിയുടെ കേസുമായി തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടം നടത്തിയ വ്യക്തിയാണ് ജോസ്. ജോസിന് 15 ലക്ഷം രൂപ പിഴത്തുക നൽകണമെന്ന് കോടതി വിധിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൂടിയാണ്. എന്താണ് ഈ ജോസ് സുന്ദരത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ടോം, 2017 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ നടുക്കിയ, തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൂട്ടക്കൊലപാതക പരമ്പര പുറം ലോകം അറിയുന്നത്. അന്നു മുതൽ ഞങ്ങളിപ്പോഴും ഓർക്കുന്നത്, ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആരോടും ഒന്നും സംസാരിക്കാതെ വളരെ മൗനമായി ഈ വീടിൻ്റെ ഒരു മൂലയിൽ ഒരു കസേരയിൽ ഒരേ ഇരിപ്പായിരുന്നു ഈ ജോസ്. അദ്ദേഹം അവിടെ ഇരിക്കും. എന്തെങ്കിലും ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രം ആ പോലീസ് ഉദ്യോഗസ്ഥരോട് മാത്രം വിവരങ്ങൾ കൈമാറുന്ന തരത്തിൽ വളരെ ശാന്തനായി ഒരു കസേരയിലിരിക്കുന്ന ജോസിനെ മാധ്യമപ്രവർത്തകർക്കാർക്കും മറക്കാൻ കഴിയില്ല. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നതിന് 4 മാസം മുമ്പായിരുന്നു അവിവാഹിതനായ ജോസ് തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ഈ കേഡൽ ജീൻസൺ രാജയുടെ അമ്മ ജീൻ പത്മയുടെ പേരിൽ, ഡോക്ടർ ജീൻ പത്മയുടെ പേരിൽ എഴുതി നൽകുന്നത്. ഈ സംഭവം ഉണ്ടായി, അതായത് ഇതിന് തൊട്ട് പിന്നാലെ 4 മാസങ്ങൾക്കിപ്പുറം തന്നെ വാർദ്ധക്യകാലത്ത് താൻ അവർ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജീൻ പത്മയുടെയും രാജ് തങ്കത്തിൻ്റെയും കരോളിൻ്റെയും ലളിതയുടെയും മൃതസംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ദുർവിധിയാണ് ഈ ജോസിനെ കാത്തിരുന്നത്. അതോടെ അദ്ദേഹം മാനസികമായി തളരുകയായിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായിരുന്നു ജോസ്. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ലഭിച്ചെങ്കിലും ആ ജോലി വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. വിവാഹം കഴിക്കാനുള്ള തീരുമാനം പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ ശാന്തമായൊരു ജീവിതം നയിച്ചു വരുന്നു. ഈ ജീൻ പത്മയുടെ കുടുംബവുമായി വളരെ അടുത്ത ആത്മബന്ധം. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി വിധി കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. ഈ കേഡൽ ജീൻസൺ രാജിയിലെ ക്രിമിനൽ പുറത്തു വരുന്നു. അങ്ങനെ ഈ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ അതോടെ അപകടം മണത്ത ഈ ജോസ് ഈ സ്വത്തുക്കൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയെങ്കിലും കേഡൽ ജീൻസന്റെ ഭാഗത്ത് നിന്ന് അതിനോട് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായില്ല എന്നാണ് നമുക്ക് ആ കുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് ഇദ്ദേഹത്തെ ഏറെ തളർത്തിയത്. അതായത് സാമ്പത്തികമായി വലിയ തരത്തിലൊരു, അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയായിരുന്നു ഈ ജോസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കൊലപാതകം നടന്ന പിറ്റേ ദിവസം ജോസിൻ്റെ വീട്ടിലേക്ക്, അതായത് മതിൽ ചാടിക്കിടന്ന് കേഡൽ എത്തുന്നു. പിന്നീട് ഈ അന്ന് രാത്രി കേഡലിനെ കണ്ടെന്നും കയ്യിൽ പൊള്ളലേറ്റെന്നും ജോസ് കോടതിയിൽ നൽകിയ മൊഴി കേസിലേറെ നിർണായകമായിരുന്നു. ഇതൊക്കെ ആയിരിക്കുമോ കേഡലിനെ സംബന്ധിച്ച് സ്വന്തം അമ്മാവിനോട് പക തോന്നാനുള്ള കാരണം നേരത്തെ ഡാൻ സൂചിപ്പിച്ചു, ആ എഴുതി നൽകിയ, കേഡലിൻ്റെ അമ്മയ്ക്ക് എഴുതി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് പലതവണ കേഡലിനെ സമീപിച്ചെങ്കിലും അയാൾ ആ സ്വത്ത് പോലും തിരികെ നൽകിയില്ല. അത്രയധികം, അതായത് സ്വന്തം മാതാപിതാക്കളെ, സഹോദരിയെ കൊലപ്പെടുത്തിയിട്ടും അമ്മാവനെ പെരുവഴിയിലാക്കിയിട്ടും യാതൊരു കുറ്റബോധവുമില്ലാതെ ഇങ്ങനെ ഒരു ക്രൂര മനസ്സിൻ്റെ ഉടമയായി ഇപ്പോഴും കേഡൽ ജീവിക്കുന്നു. ഒരു വശത്ത് അമ്മാവൻ്റെ
അങ്ങേയറ്റം നരകതുല്യമായ ജീവിതം ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നു. അതല്ലേ സംഭവിച്ചത്? അതായത് ഈ കേതൽ ജിൻസനെ ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി നന്ദൻകോടുള്ള ഈ ബീൻസ് വില്ലയിലേക്ക് എത്തിക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം, അവരുടെ ബന്ധുക്കൾ, അതിന് നടുവിൽ ഈ കേതൽ ജിൻസന്റെ ഭാവഭേദങ്ങളൊന്നുമില്ലാതിരുന്ന മുഖത്ത് അല്പമെങ്കിലും ഒരു സൗമ്യമായ ഒരു ചിരി തെളിഞ്ഞത്, അതായത് നേരത്തെ ഒരു ചിരി തെളിഞ്ഞത് ഈ ജോസിനെ കണ്ടപ്പോൾ മാത്രമാണ്. അവിടെ വെച്ച് ഈ ജോസിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നു. അതിനുശേഷമാണ് തെളിവെടുപ്പിനായി അവിടേക്ക് എത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം കേതൽ ജിൻസൺ രാജ ഈ വീടിനുള്ളിലേക്ക് ഓരോ കൊലപാതകങ്ങളും നടത്തിയത് എങ്ങനെയെന്ന് വിവരിക്കുന്നതിന് വേണ്ടി കയറിപ്പോയത്. തിരികെ ഇറങ്ങി വരുമ്പോഴും അങ്ങനെ തന്നെ ഇദ്ദേഹത്തെ മാത്രം നോക്കി, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മാത്രം ഒന്ന് നോക്കി, ഒന്നും മിണ്ടാതെ കേതൽ നടന്നു പോവുകയായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത്. അതായത് മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയാണ് കേതൽ ജിൻസൺ രാജ. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ ഒരുപാട് കോടതിയിൽ ഉയർന്നു കേട്ടതാണ്. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല, കോടതിയും തയ്യാറായില്ല. അതായത് കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ നടന്ന ഒരു കൊലപാതകമാണ് നന്ദൻകോട് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന 42 തൊണ്ടിമുതലുകൾ 65 ദിവസം നീണ്ട വിചാരണക്കിടയിൽ ഇങ്ങനെ 42 തൊണ്ടിമുതലുകൾ കണ്ടെത്തുന്നു. അതോടൊപ്പം മറ്റ് രേഖകൾ കണ്ടെത്തുന്നു. ഈ കേസിൽ ഏറ്റവും ക്രൂഷ്യലായി മാറിയ 120ഓളം രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിലൂടെയാണ് അവർ ഉറപ്പിച്ചത് ഇത് ആസൂത്രിതമായി നടത്തിയ കൂട്ടക്കൊലപാതക പരമ്പരയാണ്. മാതാപിതാക്കളോടുള്ള മുൻ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് അവർ ഉറപ്പിച്ചത് കൃത്യമായി കണ്ടെത്തിയ ഈ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്കാണ് കേതൽ ജിൻസൺ രാജ ഈ കൂട്ടക്കൊലപാതക പരമ്പര നടത്തി അവരെ കൂട്ടിയിട്ട് കത്തിച്ചതിന് പിന്നാലെ ഈ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിൽ പുറത്തേക്ക് തീയും പുകയും ഉയരുന്നു. ഇതോടെ താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ കേതൽ ജിൻസൺ രാജ അതിസമർത്ഥമായ 2 തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഒന്ന്, കേതലിൻ്റെ രൂപത്തിലുള്ള ഒരു ഡെമ്മി കൂടി അവിടെ കത്തിച്ച കൂട്ടത്തിലിടുന്നു. അതായത് കുടുംബം മുഴുവൻ നാമാവശേഷമായി എന്ന ഒരു പ്രതീതി പരത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു. അതോടൊപ്പം രക്ഷപ്പെട്ട് പോകുന്നതിനിടയിൽ താനുമായി ബന്ധപ്പെട്ട മുഴുവൻ സർട്ടിഫിക്കറ്റുകളും വീട്ടിൽ നിന്ന് എടുത്ത് ബാഗിലാക്കി ആ ബാഗിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റുകളും തിരികെയാണ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്നത്. അതായത് താൻ മരിച്ചുവെന്ന ഒരു പ്രതീതി ജനിപ്പിച്ച്, താനും ഇല്ലാതായെന്ന പ്രതീതി ജനിപ്പിച്ച് അന്വേഷണത്തിൻ്റെ ദിശ തെറ്റിക്കുന്നു. അതേസമയം തനിക്ക് ആവശ്യമായി വരാൻ സാധ്യതയുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളും കൈവശം വെക്കുക. ഇതൊരിക്കലും മാനസികമായി വൈകല്യം നേരിടുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രൂരതയല്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായൊരു പ്ലാനിങ് ഈ കേസിന് പിന്നിൽ ഉണ്ട് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കാനിടയായ സാഹചര്യം ഇതാണ്. അതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മാവൻ കൂടിയായ ജോസ് നൽകിയ, ഈ കേസിലെ ഏക സാക്ഷിയായിരുന്നു ജോസ്, അദ്ദേഹം നൽകിയ മൊഴി, അതായത് കൈക്ക് പൊള്ളലേറ്റ നിലയിൽ താൻ കേതലിനെ കണ്ടിരുന്നു എന്ന മൊഴി ഈ കേസിൽ ക്രൂഷ്യലായി മാറുകയായിരുന്നു. ഒരുപക്ഷേ കേതലിന് ഈ അമ്മാവൻ ജോസ് സുന്ദരത്തോട് മനസ്സിൽ ഒരു വൈരാഗ്യവും പകയും ഉടലെടുക്കാൻ കാരണമായി മാറിയതും അത് തന്നെയായിരിക്കാം. എന്തായാലും നരകതുല്യമായ ഒരു അവസാന കാലഘട്ടമായിരുന്നു ജോസ്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സ്വന്തം അമ്മാവനോട്, അതായത് ഈ നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ ജീവിച്ചിരുന്ന ഒരു ഇര തന്നെയായിരുന്നു ഈ അമ്മാവൻ. ഡാൻ, ഈ പിഴത്തുക, അതായത് 15 ലക്ഷം രൂപ ഈ അമ്മാവന് നൽകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഇപ്പോൾ അമ്മാവൻ മരിച്ച സാഹചര്യത്തിൽ ഇനി ആ പിഴത്തുക ആർക്ക് നൽകും? അതോടൊപ്പം അറിയേണ്ടത്, ഈ കോടികൾ വിലമതിക്കുന്ന വലിയൊരു ഭൂവുടമ കൂടിയാണ് എല്ലാവരും നഷ്ടപ്പെട്ടെങ്കിൽ പോലും കേഡൽ ജിൻസൺ രാജ. ഇയാളുടെ സ്വത്തുക്കൾ, പ്രത്യേകിച്ച് ഈ അമ്മാവൻ ജോസിന്റെ സ്വത്തുക്കൾ ഇനി ആർക്കായിരിക്കും? ഇക്കാര്യത്തിലൊക്കെ ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടാകുമോ? അതായത് നിയമപരമായ കാര്യങ്ങൾ തന്നെ, അതായത് നിയമക്കുരുക്കിലേക്ക് തന്നെ ഈ സ്വത്തുക്കൾ മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഈ ബീൻസ് വില്ലയുടെ മുൻവശത്ത് LICയുടെ ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട്. അതിൽ ഇത്ര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു തുക ലേലം ചെയ്ത് മാത്രമേ ആ വീട് ഇനി ആർക്കെങ്കിലും സ്വന്തമാക്കാൻ കഴിയും. അതല്ലാതെ ഈ വീട് വസ്തുവോ വീടോ ഇതിലുള്ളതൊന്നോ കൈമാറ്റം ചെയ്യാൻ ആരും ശ്രമിക്കരുത്, നിയമപരമായി തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നോട്ടീസ് ഈ വീടിന് മുമ്പിൽ പതിച്ചിട്ടുണ്ട്. സമാനമായ തരത്തിൽ ഇഷ്ടദാനമായി നൽകിയ സ്വത്തുക്കളാണ് ഈ ജോസ് സുന്ദരം ഈ ജീൻ പത്മയ്ക്ക് നൽകിയത്. സ്വാഭാവികമായി അതിൻ്റെ ഉടമ, ഏക ജീവിച്ചിരിക്കുന്ന ഉടമ അത് കേതൽ ജിൻസനാണ്. പക്ഷേ നിലവിൽ കോടതി കഠിന ശിക്ഷയ്ക്ക്
തടവിന് വിധിച്ചതിനെ തുടർന്ന് ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്നൊന്നും നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് അതൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് കേതൽ ജിൻസനെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരു സ്വപ്നം മാത്രമായി മാറും. അങ്ങനെയാണ് എങ്കിൽ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ? അവിടെ ആരെങ്കിലും ഇതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ ജോസ് കൂടി മരണപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സ്വത്തുക്കൾക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മറ്റാരെങ്കിലും രംഗത്തെത്തുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ നൂലാമാലകളിലേക്ക് കടന്ന് ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനുള്ളൊരു നീക്കം ഇനി അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന സൂചനകൾ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന നന്ദൻകോട്ടെ 2 വീടുകൾ, അതോടൊപ്പം തമിഴ്നാട് അതിർത്തിയിലുള്ള ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന സ്ഥലം, ഇത് മുഴുവൻ അനാഥമാകുന്ന ഒരു സാഹചര്യമാണ് ഇതോടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ജീവിത സായാഹ്നത്തിൽ തനിക്ക് തുണയാകുമെന്ന് കരുതിയ സഹോദരിക്ക് ഈ ജോസ് സുന്ദരം തൻ്റെ കോടികൾ വിലമതിക്കുന്ന തലസ്ഥാന നഗരത്തിലെ കണ്ണായ സ്ഥലം എഴുതി നൽകുന്നു. ഒടുവിൽ പട്ടിണി കടന്ന് ഒരു ദരിദ്രനെ പോലെ മരിക്കേണ്ടി വരുന്ന ദുർഗതിയാണ് ജോസിനുണ്ടായത്. അതിൽ ഈ കേഡൽ ജിൻസൺ രാജയുടെ ക്രൂര മനസ്സ്, അതായത് സ്വന്തം അമ്മാവിനോട് എല്ലാവരും നഷ്ടപ്പെട്ട് അനാഥനായി തീർന്ന അമ്മാവിനോട് പോലും ദയയില്ലാതെ ക്രൂരത കാട്ടിയ കേഡൽ ജിൻസൺ രാജയുടെ ആ ക്രൂരമായ മനസ്സാണ് ഈ അമ്മാവനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്.